നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കഴിക്കും. അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഈ ഒരു സ്നാക്കിനായിട്ട് നമ്മൾ 3 ഏത്തപ്പഴവും 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്ത് മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അല്പം ഏലക്കയും 2 സ്പൂൺ പഞ്ചസാരയും 1 നുള്ള ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പഴത്തിൻ്റെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശ നന്നായിട്ട് വരില്ല. അതിനുശേഷം ഈ ഒരു ഗോതമ്പ് പൊടിയും അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഈ മിക്സ് നന്നായി അരച്ച് വിട്ടിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു മുട്ട കൂടി ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മുട്ട ആഡ് ചെയ്തില്ലെങ്കിലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ചെയ്താലും. അപ്പോൾ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് ദോശക്കല്ല് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഈ ഒരു ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ ഓൾമോസ്റ്റ് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് അല്പം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 സൈഡിലേക്ക് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനെടുത്ത വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇതേപോലെ നമ്മുടെ ദോശ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യം അല്പം തേങ്ങയിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ദോശയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ദോശ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ദോശയായിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കും. ഏത്തപ്പഴം തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കണമെന്നില്ല. അപ്പോൾ ഇതേപോലെ റോളാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കും. ചെറിയ മധുരവും ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് കഴിച്ചോളും. അതേപോലെ നമ്മുടെ ഷുഗർ പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഈ ഒരു പഞ്ചസാരയുടെ ആ പോർഷൻ മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. എന്നാലും നല്ലൊരു ടേസ്റ്റുള്ള ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.